നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം സംസാരിച്ചു തുടങ്ങുന്നതെന്ന്? സത്യത്തിൽ ഇതൊരു മാജിക് അല്ല. കുട്ടി ജനിച്ച അന്ന് മുതൽ അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണ്. നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഭാഷ വളരുകയാണ്. ഇതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എക്വസിഷൻ എന്ന് പറയുന്നത്. അമ്മ എന്ന ആദ്യത്തെ വാക്ക് ഏതൊരു പാരൻസിനും വലിയൊരു ഇമോഷനാണ്. പക്ഷേ ആ വാക്കിന് പിന്നിൽ കുട്ടി നടത്തിയ മാസങ്ങളോളമുള്ള തയ്യാറെടുപ്പുണ്ട്. The path the child takes from sounds to words is language development. ശ്രദ്ധിച്ചാലറിയാം, കുട്ടി ജനിച്ച അന്ന് മുതൽ കുട്ടി ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഏകദേശം 6 മാസം പ്രായമുള്ള കുട്ടികൾ ആ ഊ എന്നിങ്ങനെ ശബ്ദമുണ്ടാക്കും. 6 മുതൽ 10 മാസം പ്രായമുള്ള കുട്ടി ബബ്ബ, മമ്മമ്മ, ദദ്ദ എന്നിങ്ങനെ ശബ്ദങ്ങൾ ആവർത്തിച്ച് പറയും. ഇതിനെയാണ് നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയുന്നത്. കുട്ടിക്ക് 1 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടി ആദ്യത്തെ വാക്ക് പറയും. ഏകദേശം 2 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടികൾ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കും. അതായത് അമ്മ വാ, വെള്ളം വേണം എന്നിങ്ങനെ. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലേറ്റ് ടോക്കിംഗ് അലോൺ ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി മീൻസ് എ ഡിസോർഡർ. എല്ലാ കുട്ടികളും ഒരേ സമയത്ത് സംസാരിച്ചു തുടങ്ങണമെന്ന് നിർബന്ധമില്ല. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരുടെ വളർച്ചയും അങ്ങനെ തന്നെ. അയൽപ്പക്കത്തെ കുട്ടി കുറച്ചു നേരത്തെ സംസാരിച്ചു തുടങ്ങി എന്നോർത്ത് നമ്മുടെ കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കരുത്. ചില കുട്ടികൾ സംസാരിക്കാൻ അല്പം കൂടുതൽ സമയം എടുത്തേക്കാം. അത് സ്വാഭാവികമാണ്. 2 വയസ്സായിട്ടും കുട്ടി ഒട്ടും ശബ്ദമുണ്ടാക്കുന്നില്ലെങ്കിലോ കമ്മ്യൂണിക്കേഷനിൽ തീരെ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലോ മാത്രമേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പല പാരൻസും ചോദിക്കാറുണ്ട്, വീട്ടിലും മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ ഉപയോഗിച്ചാൽ കുട്ടി കൺഫ്യൂസ്ഡ് ആകുമോ എന്ന്. ബട്ട് സ്റ്റഡീസ് ആക്ച്വലി സേസ് ദാറ്റ് ദിസ് ബൈലിംഗ്വലിസം ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ദ ബ്രെയിൻ ഓഫ് ദ ചിൽഡ്രൻ. ഇത് അവരുടെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനേ സഹായിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളൊരു എക്സ്പേർട്ട് ഹെൽപ്പ് തേടേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന്, കുട്ടി വീട്ടിൽ നന്നായി സംസാരിക്കും, എന്നാൽ സ്കൂൾ അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിംഗ് പോലുള്ള സ്ഥലത്ത് കുട്ടി ഒട്ടും മിണ്ടുന്നില്ലെങ്കിൽ ഇതിനെ നമ്മൾ സെലക്റ്റീവ് മ്യൂട്ടിസം എന്നാണ് പറയുന്നത്. ഇതൊരു ആൻസൈറ്റി ഇഷ്യൂ ആണ്. അതുപോലെ ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ ഇത് ഓട്ടിസം പോലുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ സൂചനയാകാം. കൂടാതെ ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ കുറവ് കുട്ടിയുടെ എഴുത്തിനെയും വായനയെയും ബാധിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റീസ് പോലുള്ള അവസ്ഥകൾക്ക് കാരണമായേക്കാം. ഓവറോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ സിഗ്നിഫൈസ് ദെയർ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഗ്രോത്ത്. ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സംസാരം വെറും വാക്കുകളല്ല, അത് അവരുടെ ഇന്റലിജൻസ്, സോഷ്യൽ സ്കിൽസ് എന്നിവയുടെ എല്ലാം വളർച്ചയാണ്. അതുകൊണ്ട് അവരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്കായി ക്വാളിറ്റി ടൈം മാറ്റിവെക്കുക. അതാണ് നമുക്ക് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്.